ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മൂന്നാമത്തെ ക്ലാസ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെൻറ്റ്സും ഡെഫിനേഷനും അതുപോലെ ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട ലോസ് ഒക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഇൻഡക്ഷനാണ് ഡിസ്കസ് ചെയ്തത്. രണ്ട് തരത്തിലുള്ള ഇൻഡക്ഷൻ ഉണ്ട് നമുക്കറിയാം, സെൽഫ് ഇൻഡക്ഷൻ അതുപോലെ മ്യൂച്വൽ ഇൻഡക്ഷനും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എഡ്ഡി കറണ്ട് എന്ന് പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള കറണ്ട്. ദെൻ അതുപോലെ എ സി ജനറേറ്റർ. ഓക്കെ, നമുക്ക് ഇലക്ട്രിസിറ്റി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണെന്ത്, എ സി ജനറേറ്റർ. ആ ജനറേറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജനറേറ്ററിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് വാട്ട്സ് കോൾഡ് എഡ്ഡി കറണ്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഡിസ്കസ് ചെയ്ത് വരുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ് ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ, ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പം ഒരു കോയിലുമായി റിലേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായാൽ ആ കോയിലിൻ്റെ രണ്ട് എൻഡുകൾക്കിടയിൽ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. അതിന് നമ്മൾ EMF എന്നാ പറയും അല്ലേ. ആ EMFനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ ഒരു EMF ആണ് ഡെവലപ്പ് ചെയ്യാറ്. എന്നാൽ ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ ഇങ്ങനെ ഇൻഡക്ഷൻ നടക്കുമ്പോൾ നേരിട്ട് കറണ്ട് തന്നെ ആ ബോഡിയിൽ ഫോം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ടെക്സ്റ്റിലൊക്കെ കൊടുത്തിട്ടുള്ളത് നോക്കൂ. രണ്ട് മാഗ്നറ്റിക് പോൾസ്, നോർത്ത് പോളും സൗത്ത് പോളിൻ്റെ ഇടയിൽ ഒരു മെറ്റാലിക് ഷീറ്റ് നമ്മളിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അത് മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ മാഗ്നറ്റിക് പോൾസ് ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആ ഷീറ്റിനെ മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് ഓസിലേറ്റ് ചെയ്യും. നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ഓസിലേഷനോട് കൂടി എന്ത് ചെയ്യും, ഓസിലേറ്റ് ചെയ്യും. എല്ലാ ഓസിലേഷനും ഡാംപഡ് ആണ് നമുക്കറിയാം. പതുക്കെ പതുക്കെ എന്ത് ചെയ്യും, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും എനർജി ലോസ് കൊണ്ട്. ഇവിടെയും അത് കുറഞ്ഞു വരും, പക്ഷേ എന്നാലും ഒരുപാട് സമയം എന്ത് ചെയ്യും, ഓസിലേറ്റ് ചെയ്യും. എന്നാൽ ഒരു ഷീറ്റ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും നമ്മൾ മാഗ്നറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെയാണ് ഈ ഷീറ്റ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഓസിലേഷൻ പെട്ടെന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെന്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ അങ്ങനെ പെട്ടെന്ന് നിൽക്കാനുള്ള കാരണം നോക്കിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഷീറ്റിൽ ഒരു ഇൻഡക്ഷൻ നടക്കുന്നുണ്ട് എന്നും ആ ഇൻഡക്ഷൻ വഴി ആ ഷീറ്റിൽ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഫോം ചെയ്യുന്നുണ്ട് എന്ന്. നമുക്കറിയാം സർക്കുലേറ്റിംഗ് കറണ്ട് എന്തായിട്ട് ആക്ട് ചെയ്യും, മാഗ്നറ്റിക് പോൾസ് ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് കറണ്ട് ഒരു ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യും നമുക്കറിയാം. ഓക്കെ, ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു മെറ്റാലിക് റോഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നു. ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു, BLV എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെയൊക്കെ സാധാരണ രീതിയിൽ നമുക്ക് ഉണ്ടാവാറ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഒരു സൈഡ് പോസിറ്റീവ് ഒരു സൈഡ് നെഗറ്റീവ്, അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഡെവലപ്പ് ചെയ്യാറ്. എന്നാൽ ഒരു ഷീറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് അങ്ങനെയുള്ള വസ്തുക്കളിൽ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായാൽ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നതിന് പകരം നേരിട്ട് അവിടെ കറണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കറണ്ട് അതിലൂടെ സർക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ ഷീറ്റ് ആ മാഗ്നറ്റിക് പോൾസിൻ്റെ ഇടയിലൂടെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിന്ന് പോകാനുള്ള കാരണം ആ ഷീറ്റ് മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായി. നമുക്കറിയാം ആ ഷീറ്റുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് എന്ത് ചെയ്യും, അവിടെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുമെന്നും അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ നിന്നുണ്ടാവുകയാണ് ഇൻഡക്ഷൻ വഴി ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ലെൻസസ് ലോ പ്രകാരം അതിലുണ്ടാവുന്ന ഇൻഡക്ഷൻ വഴി ഉണ്ടാവുന്ന EMF അല്ലെങ്കിൽ കറണ്ട് എന്തിനെ ഒപ്പോസ് ചെയ്യും, അതിന് കാരണമായിട്ടുള്ളത് എന്തിനാണോ അതിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഓസിലേഷൻ ആണ് എന്തിന് കാരണമായി തീർന്നത്, മാഗ്നറ്റിക് ഫ്ലക്സിലെ വാരിയേഷന് കാരണമായി തീർന്നത്. എങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് സ്വാഭാവികമായിട്ടും എന്തിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലായിരിക്കും, ആ ഓസിലേഷൻ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഷീറ്റ് ഒരു മാഗ്നറ്റായി മാറുകയും ആ ഷീറ്റിന്റെ ഒരു സൈഡ് നോർത്തും മറ്റേ സൈഡ് സൗത്ത് ആയിട്ട് മാറും. കാരണം നമുക്കറിയാം സർക്കുലേറ്റിംഗ് കറണ്ടിന്റെ ഒരു സൈഡ് നോർത്തും മറ്റേ സൈഡ് എന്തായിരിക്കും, സൗത്തും ആയിരിക്കും. ക്ലോക്ക് വൈസ് സൈഡ് എന്തായിരിക്കും, സൗത്തും. ആന്റി ക്ലോക്ക് വൈസ് സൈഡ് അല്ലെ, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് സർക്കുലേറ്റ് ചെയ്യുന്ന സൈഡ് എന്തായിരിക്കും, നോർത്ത് ആയിട്ടും ആക്ട് ചെയ്യും. നമുക്കറിയാം ഇത്തരത്തിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഓസിലേറ്റിംഗ് ആയിട്ടുള്ള പ്ലെയിൻ ഷീറ്റ് എന്തായിട്ട് മാറിയത്, പെട്ടെന്ന് ഡാമ്പിംഗ് സംഭവിച്ച് നിന്ന് പോയത് നമ്മൾ മനസ്സിലാക്കി. ദെൻ അത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത കറണ്ടിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്,
എഡ്ഡി കറൻസ്. ഓക്കെ, അപ്പോൾ എന്താ എഡ്ഡി കറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റ് അല്ലേ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ബ്ലോക്ക് അതുമായി റിലേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായാൽ അതിൽ സർക്കുലേറ്റിംഗ് കറണ്ട് ഡയറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അത്തരം കറൻസിനെ വിളിച്ച പേരാണെന്ത്? എഡ്ഡി കറൻസ്. സാധാരണ നമ്മൾ പഠിച്ചു മെറ്റാലിക് റോഡിലോ അല്ലെങ്കിൽ ഒരു കോയിലോ അങ്ങനെ ഉള്ള വസ്തുക്കളിലൊക്കെ EMF ആണ് ഡെവലപ്പ് ചെയ്യാറ്. എന്നാൽ ഷീറ്റ് ബ്ലോക്ക് അല്ലെ ഒരു കുറച്ച് കനം കൂടിയ ഒരു ബ്ലോക്ക് മെറ്റാലിക് ബ്ലോക്ക് അല്ലെങ്കിൽ നല്ല ഏരിയ ഉള്ള ഒരു ഷീറ്റ് ഇതുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൽ ഒരു കറണ്ട് സർക്കുലേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കറണ്ടിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? എഡ്ഡി കറൻസ്. അപ്പോൾ പുതിയൊരു ക്വാണ്ടിറ്റിയാണ്, ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? when the magnetic flux linked with a metallic sheet or block changes, circulating currents are developed in the sheet or block. Such currents are known as eddy currents. ക്ലിയർ? അപ്പോൾ ഡെഫിനേഷൻ ചോദിക്കാം എഡ്ഡി കറൻസിന്. അപ്പോൾ നമ്മൾ ഇതുപോലെ എഴുതുക. അപ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ നമുക്കറിയാം. ഒന്നെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്ന ഫ്ലക്സിൽ കൊണ്ടുപോയി വെക്കുക, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക? ഒരു കോൺസ്റ്റന്റ് ഫ്ലക്സിലൂടെ എന്ത് ചെയ്യുക? അത് മൂവ് ചെയ്യിക്കുക. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടോ എന്തുണ്ടാവാം? എഡ്ഡി കറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് പ്രത്യേകം എടുത്തു പറയണമെന്നില്ല, സിംപ്ലി നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? when the magnetic flux linked with a metallic sheet or block changes, a circulating current is developed inside the block or sheet. These currents are known as eddy currents. ഓക്കെ, ഇപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു എഡ്ഡി കറൻസ് ആ ബ്ലോക്കിലോ അല്ലെങ്കിൽ ഷീറ്റിലോ ഉണ്ടായാൽ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കില്ല, കാരണം അതിനുള്ളിൽ തന്നെ അത് സർക്കുലേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് സാധാരണ രീതിയിൽ അത് ഹീറ്റ് ലോസ് ആയിട്ട് പോവുക ചെയ്യുക. ഓക്കെ, ദെൻ അപ്പോൾ മിക്കവാറും നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഇൻസ്ട്രുമെന്റിൽ എവിടെയെങ്കിലും നമ്മൾ കോറുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷീറ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ അവിടെ എഡ്ഡി കറണ്ട് ഉണ്ടാവുകയും ഹീറ്റ് ലോസ് സംഭവിക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ സാധാരണ സംഭവിക്കാറുള്ള രണ്ട് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒന്ന് ഡൈനാമോ അല്ലെ, നമുക്ക് അതുപോലെ എന്താണ് ട്രാൻസ്ഫോമർ, ഇവയുടെയൊക്കെ കോറുകളിലാണ് സംഭവിക്കാറ്. കോർ എന്തിനാ വെക്കുന്നത് നമുക്കറിയാം, കാരണം ഫ്ലക്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ ഫീൽഡിന്റെ ഇക്വേഷൻ പഠിച്ചപ്പോൾ എന്തായിരുന്നു? ഒരു സോളിനോയിഡിന്റെ ഫീൽഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? μ0 × Ni. കോറ് കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? μ0 × μr × Ni. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കോറ് വെക്കും. എന്തിനാണ്? ഫ്ലക്സിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ എന്ത് കൂട്ടാൻ വേണ്ടി? ഇന്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കോറ് വെക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കോറ് വെക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിലൂടെ പോകുന്ന കറണ്ട് വാരി ചെയ്താൽ അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് വാരി ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിനുള്ളിൽ വെച്ച കോറിൽ എന്തുണ്ടാവും? നമ്മൾ ഈ പറഞ്ഞ എഡ്ഡി കറൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആ എനർജി ഹീറ്റ് ലോസ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫോമറുകളുടെയും അതുപോലെ ഡൈനാമോകളുടെയും ഒക്കെ കോറായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു തിക്ക് ബ്ലോക്ക് അല്ല, പകരം ലാമിനേറ്റഡ് ഷീറ്റ്സ് ആണ് അല്ലേ. ഷീറ്റ്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് അതിന് പ്രൈമറി സെക്കൻഡറി കോയിലുകൾ വൈൻഡ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ലാമിനേറ്റഡ് ഷീറ്റ്സ് ആവുമ്പോൾ എന്താ വെച്ചാൽ ഏരിയ കുറവായിരിക്കും അല്ലേ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവാണെങ്കിൽ അവിടെ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും ഓരോ ഷീറ്റിനും. എന്നാൽ നമുക്ക് അങ്ങനെയുള്ള കുറേ ഷീറ്റുകൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കോറിന്റെ യൂസ് കിട്ടുകയും ചെയ്യും. എന്നാൽ ഒറ്റ കോറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എഡ്ഡി കറണ്ടിന്റെ പ്രൊഡക്ഷൻ നമുക്ക് മിനിമൈസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട് എഡ്ഡി കറണ്ടിന്റെ പ്രൊഡക്ഷൻ സാധാരണ രീതിയിൽ നമുക്ക് ഹീറ്റ് ലോസ് ആയിട്ട് നഷ്ടപ്പെടാറാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോമേഴ്സിന്റെയും അതുപോലെ ഡൈനാമോകളുടെ ഒക്കെ കോർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാറ്? ആ ലാമിനേറ്റഡ് ഷീറ്റ്സിന്റെ ഒരു അടുക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ നമ്മളത് ഒന്ന് പഠിച്ചു വെക്കുക. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ എഡ്ഡി കറണ്ട് ലോസ്, the cores of transformers and dynamos are made up of thin laminated sheets, അല്ലെ bundle of thin laminated sheets. ക്ലിയർ? അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ചത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന് വാട്ട് ഈസ് എഡ്ഡി കറണ്ട്, ദെൻ എഡ്ഡി കറണ്ട് മിനിമൈസ് ചെയ്യാൻ ചെയ്യുന്ന മാർഗം. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം എന്താണ് എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞാൽ when the magnetic flux linked with a metallic sheet or block changes, induced currents, circulating currents are developed inside the plate or sheet. These currents are known as eddy currents. Okay, generally eddy currents results in heat loss, but in order to reduce the eddy current loss, the cores of the transformers and dynamos are made up of bundle of thin laminated sheets. Clear? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. എന്നാൽ എഡ്ഡി കറണ്ട് നമ്മൾ യൂസ്ഫുൾ ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില യൂസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് ആപ്ലിക്കേഷൻസ് ഓഫ് എഡ്ഡി കറണ്ട്സ്. ഓക്കെ, 4 യൂസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻസ്, അതുപോലെ രണ്ടാമത്തത് ഇലക്ട്രോമാഗ്നറ്റിക്
മാഗ്നറ്റിക് ഡാമ്പിംഗ്, ദെൻ തേർഡ് വൺ ഇൻഡക്ഷൻ ഫർണസ്, അതുപോലെ നാലാമത്തത് ഇലക്ട്രിക് പവർ മീറ്റർ. ഓക്കെ, തിയറട്ടിക്കലാണ്, അതിൽ നിങ്ങൾക്ക് നോട്ട് വെച്ചാൽ ടെക്സ്റ്റ് വെച്ച് അത് വായിച്ച് പഠിക്കേണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എന്താന്ന് മാത്രം പറഞ്ഞു തരാം. ദെൻ മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം ഇൻ ട്രെയിൻസ് അല്ലേ. സാധാരണ രീതിയിൽ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ നമുക്ക് ലൈനർ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് ഫ്രിക്ഷൻ വഴിയാണ് എന്ത് ചെയ്യാറ്, ബ്രേക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാറ്. എന്നാൽ ഇവിടെ നമ്മൾ ട്രെയിൻസിൽ യൂസ് ചെയ്യുന്ന ഫ്രിക്ഷൻലെസ് ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ ആണെന്ത്, എഡി കറൻസ്. അവിടെ എഡി കറൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ട്രെയിനുകളുടെ ടയറോടൊപ്പം ഒരു ഡ്രം നമ്മൾ ഫിറ്റ് ചെയ്യുക, ഒരു ഷീറ്റ്. ഓക്കെ, ട്രെയിനിന്റെ ടയർ കറങ്ങുമ്പോൾ കൂടെ അതും കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. അതൊരു കോയിലിന്റെ ഉള്ളിലാണ് വെച്ചിട്ടുണ്ടാവുക. ആ കോയിലിലേക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കറണ്ട് സപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒരു കോയിലിലേക്ക് കറണ്ട് സപ്ലൈ ചെയ്താൽ നമുക്കറിയാം അത് ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ആ കോയിലിലേക്ക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് ഇലക്ട്രോ മാഗ്നറ്റ് ആയി മാറുകയും അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു ഷീറ്റ് കറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആ ഷീറ്റുമായി ബന്ധപ്പെട്ട് എന്ത് ചേഞ്ച് ചെയ്തു, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ഷീറ്റിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, നമ്മളിപ്പോൾ പഠിച്ചു, എഡി കറൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ അതിന് കൂടെ ഒരു കാര്യം കൂടി പഠിച്ചിരുന്നു, ആ എഡി കറണ്ടിന്റെ പ്രൊഡക്ഷൻ എന്തിന് കാരണമാവും, അവിടെയുള്ള ഫ്ലക്സ് ചേഞ്ചിന് ഒപ്പോസിഷന് കാരണമാവും. ഫ്ലക്സ് ചേഞ്ചിന് ആകാൻ കാരണം എന്താണ്, ആ ചക്രം കറങ്ങുന്നതുകൊണ്ടാണ് അല്ലെ. ചക്രം കറങ്ങുമ്പോൾ അതിന് കൂടെയുള്ള ഡ്രം റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായതും ആ ഡ്രമ്മിലൊരു കറണ്ട് ഉണ്ടായതും അല്ലെ. എന്നാൽ ഈ കറണ്ട് ഉണ്ടാവുന്നതോടുകൂടി ആ കറണ്ട് എന്തിനെ ഒപ്പോസ് ചെയ്യും, ഈ റൊട്ടേഷൻ ഒപ്പോസ് ചെയ്യുകയും അതൊരു ബ്രേക്ക് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ വരുന്നില്ല. എന്നാൽ ഇൻഡക്ഷൻ വഴി ഉണ്ടാവുന്ന എഡി കറണ്ട് ആണ് എന്തിനെ ഒപ്പോസ് ചെയ്യുന്നത്, ആ വീലിന്റെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുകയും ബ്രേക്കിംഗ് സിസ്റ്റം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നത്. അപ്പം അവിടെ ഇലക്ട്രിക് ബ്രേക്കിംഗ് ആണത്, അതാണ് മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻസ് അല്ലെ. സാധാരണ നമ്മൾ ട്രെയിൻസിലാണത് യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ നോക്കൂ, ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് എന്നുള്ളതാണ്. നമ്മൾ ഗാൽവനോമീറ്റർ പഠിച്ചു അല്ലെ. എന്താ ഗാൽവനോമീറ്റർ? ഗാൽവനോമീറ്റർ ഒരു തൂക്കിയിട്ട് ഒരു കോയിൽ ഉണ്ടാവും. നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കോയിൽ റൊട്ടേറ്റ് ചെയ്യും. ദെൻ നമ്മൾ അവിടെ പഠിച്ചിരുന്നു കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ആംഗിൾ ടേൺ എന്നുള്ള ഇക്വേഷൻ ഒക്കെ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട കറണ്ട് സെൻസിറ്റിവിറ്റി, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, ഫിഗർ ഓഫ് മെറിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ. ഓക്കെ, അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്താൽ കറണ്ട് ഓഫ് ചെയ്താൽ അത് തിരിച്ചു വന്ന് അവിടെ നിൽക്കുകയല്ല ചെയ്യുക, അത് ഓസിലേറ്റ് ചെയ്യും അല്ലേ. അപ്പൊ അത് ആ നീഡിൽ എന്ന് പറയുന്നത് നമ്മൾ ആ പോയിന്റർ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഓസിലേഷൻ ഒഴിവാക്കി കൃത്യമായിട്ട് അത് സീറോയിൽ തന്നെ വന്ന് നിൽക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഈ എഡി കറണ്ടിനെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ അവിടെ എഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓസിലേഷൻ ഒഴിവായി പെട്ടെന്ന് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡാമ്പിംഗ് സംഭവിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ. ഇതേ പ്രോസസ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഗാൽവനോമീറ്ററുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ എഡി കറണ്ടിന്റെ പ്രൊഡക്ഷനോട് കൂടി അവിടെ ഡാമ്പിംഗ് മാക്സിമം ആവുകയും പെട്ടെന്ന് അത് സീറോയിലേക്ക് വന്ന് നിൽക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് എന്ത് ഉദ്ദേശിച്ചത്, ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒരു ആപ്ലിക്കേഷൻ എന്താണ്, ഇൻഡക്ഷൻ ഫർണസ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ അലോയ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലാർജ് ഫർണസുകൾ ഉണ്ട് അല്ലെ. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ഫർണസുകൾ. അപ്പൊ ആ ഫർണസുകളിൽ നമുക്കൊരു അലോയ് ഉണ്ടാക്കണമെങ്കിൽ ഡിഫറെന്റ് മെറ്റൽസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, അതിനെ മെൽറ്റ് ചെയ്ത് മിക്സ് ചെയ്യണം അല്ലെ. അപ്പൊ ഈ മെൽറ്റിംഗ് എന്നുള്ള പ്രോസസ് നടക്കണമെങ്കിൽ ഹൈ ടെമ്പറേച്ചർ വേണ്ടി വരും. അപ്പൊ അത് സപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് നേരിട്ട്. അപ്പൊ അതിന് പകരം നമ്മളിവിടെ ചെയ്യുന്നത് ആ ഫർണസിന്റെ ചുറ്റുഭാഗത്ത് ഒരു കോയിൽ ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് ആ കോയിലിലൂടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യുന്നു. ഓക്കെ, ഒരു കോയിലിലൂടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യാനുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. കാരണം കറണ്ട് കോൺസ്റ്റന്റ് അല്ല. നമുക്കറിയാം ഫ്ലക്സിന്റെ ഇക്വേഷൻ ബി ഇൻറ്റു എ ഇൻറ്റു എൻ ആണ്. ബി ഈസ് ഈക്വൽ ടു എത്രയാണ്, μ0 ni ആണ് അല്ലേ. അവിടെ ഐ ചേഞ്ച് ചെയ്താൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്ന കറണ്ട് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, വാരി ചെയ്തുകൊണ്ടേയിരിക്കും. നോക്കൂ, ആ ഫർണസിന് ചുറ്റുഭാഗത്തുള്ള കോയിലിലൂടെ നമ്മൾ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോയിലുമായി ലിങ്ക് ചെയ്ത് എടുക്കുന്ന ഫ്ലക്സിൽ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഫർണസിനുള്ളിൽ നമ്മൾ വലിയ വലിയ ബ്ലോക്കുകൾ ഇട്ടിട്ടുണ്ടാവും അല്ലെ. ഡിഫറെന്റ് മെറ്റൽസിന് നമ്മൾ ഏതൊക്കെ മെറ്റൽസ് കൂട്ടിച്ചേർത്തിട്ടുള്ള അലോയ്സ് ആണോ നിർമ്മിക്കേണ്ടത് അത്തരത്തിലുള്ള മെറ്റൽസിന്റെ വലിയ വലിയ ബ്ലോക്സ് ഇട്ടുണ്ടാവും. ഈ ഇത്തരം ബ്ലോക്സിൽ ഈ ഫ്ലക്സ് ചേഞ്ചിന് കാരണമായിട്ട് എന്തുണ്ടാവും, എഡി കറൻസ് ഉണ്ടാവുകയും എഡി കറൻസ് വെറുതെ ഒരു ബ്ലോക്കിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഹീറ്റ് ചെയ്യുകയും അതിന് ടെമ്പറേച്ചർ കൂടി കൂടി വരികയും എന്ത് ചെയ്യും, അത് മെൽറ്റ്
ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് മെറ്റൽസിന് എന്ത് ചെയ്യാം, മെൽറ്റ് ചെയ്ത് മിക്സ് ചെയ്യാൻ സാധിക്കുന്ന പറയുന്നു. ഓക്കെ, അപ്പോൾ അലോയ്സ് ഒക്കെ ഉണ്ടാക്കുന്ന വലിയ ഫർണസുകളിൽ നമ്മൾ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ എഡി കറണ്ട്സിനെ അവിടെ യൂസ്ഫുൾ ആക്കി മാറ്റുന്നുണ്ട് എന്നർത്ഥം. നമ്മൾ കൊടുക്കുന്ന കോയിലിലെ ചേഞ്ച് ഇൻ കറണ്ട് എന്തായി മാറും, ചേഞ്ച് ഇൻ ഫ്ലക്സ് ആയി ആക്ട് ചെയ്യുകയും അതുവഴി ആ ഓരോ മെറ്റാലിക് ബ്ലോക്ക് ഹീറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ അവസാനം മെൽറ്റ് ചെയ്ത് അവ മിക്സായി അലോയ്സ് ആയിട്ട് മാറുകയും ചെയ്യും. അതാണ് എന്തിന്റെ പ്രോസസ്, ഇൻഡക്ഷൻ ഫർണസിന്റെ പ്രോസസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അവിടെ നമുക്ക് സാധാരണ രീതിയിൽ ഹീറ്റ് ലോസ് ആയി പോകേണ്ടത്, അവിടെ ഹീറ്റാണ് വേണ്ടത്, അതുകൊണ്ട് നമ്മൾ അവിടെ അത് യൂസ്ഫുൾ ആക്കിയിട്ട് മാറ്റി. ഓക്കെ, നാലാമത്തെ ഒന്ന് ഇലക്ട്രിക് പവർ മീറ്റേഴ്സ് ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇപ്പം കണ്ട് പരിചയമില്ലാത്ത ഒരു പവർ മീറ്റർ ആണ് അത്. നമ്മളിപ്പോൾ ഇലക്ട്രോണിക് പവർ മീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. പവർ മീറ്റർ മീൻസ് നമ്മൾ വീട്ടിലേക്ക് കറണ്ട് വരുന്നത് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീറ്ററുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ മെയിൻ സ്വിച്ചിന്റെ അടുത്തൊക്കെ മീറ്ററുകൾ ഉണ്ടാവും. അത് ഇലക്ട്രോണിക് മീറ്റർ ആണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ അനലോഗ് ടൈപ്പ് യൂസ് ചെയ്തിരുന്നു. അതിൽ ഒരു സർക്കുലേറ്റിംഗ് ഡിസ്ക് ആയിരുന്നു. ആ ഡിസ്ക് കറങ്ങുന്നതനുസരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ എമൗണ്ട് ഫിക്സ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ആ മെറ്റാലിക് ഡിസ്ക് എങ്ങനെ കറങ്ങിയിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അവിടെ എഡി കറണ്ടിന്റെ പ്രൊഡക്ഷൻ ആണ് ആ മെറ്റാലിക് ഡിസ്ക് കറങ്ങാൻ ആവശ്യമായിട്ടുള്ള ടോർക്ക് അവിടെ നൽകിയിരുന്നത്. എങ്ങനെയാണ് നോക്കൂ, ഒരു പിന്നെ മീറ്ററിന്റെ ഉള്ളിൽ നമ്മളൊരു മെറ്റാലിക് ഡിസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിലൂടെയാണ് അല്ലെങ്കിൽ അതിന്റെ ചുറ്റുഭാഗത്തുള്ള ഒരു കോയിലൂടെയാണ് നമ്മൾ വീട്ടിലേക്കുള്ള എന്ത് വരുന്നത്, കറണ്ട് വരുന്നത്. നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് എന്താണ്, AC കറണ്ട് ആണ് അല്ലെ, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ ഒരു ഫാൻ ഓൺ ആക്കി അല്ലെങ്കിൽ ഒരു ബൾബ് ഓൺ ആക്കി കഴിഞ്ഞാൽ ആ ലൈനിൽ നിന്ന് നമ്മൾ കറണ്ട് എടുക്കാൻ തുടങ്ങും. വരുന്ന കറണ്ട് എന്താണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡിസ്കിന്റെ ചുറ്റുഭാഗത്തിരിക്കുന്ന കോയിലിൽ എന്ത് ചേഞ്ച് ചെയ്യും, കറണ്ട് ചേഞ്ച് ചെയ്യും. കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുകയും ഈ ഡിസ്കിൽ എഡി കറണ്ട് ഉണ്ടാവുകയും അതുവഴി ആ ഡിസ്ക് എന്ത് ചെയ്യാൻ, കറങ്ങാൻ തുടങ്ങുകയും ചെയ്യും. എന്നാൽ നമ്മൾ വീട്ടിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഓൺ ആയി കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് എടുക്കാൻ തുടങ്ങും. കൂടുതൽ കറണ്ട് എടുക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ച് എന്ത് ചെയ്യും, കൂടും. കാരണം വരുന്ന കറണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അതിന്റെ എന്ത് ചെയ്യും, ഫ്രീക്വന്റ് ആയിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഫ്ലക്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്ക് സ്പീഡിൽ കറങ്ങാൻ തുടങ്ങുകയും കൂടുതൽ കറണ്ട് നമ്മൾ എടുക്കുന്നതായിട്ട് മെഷർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള 4 കാര്യങ്ങളാണ് നമ്മൾ എഡി കറണ്ടിനെ യൂസ്ഫുൾ ആക്കി മാറ്റിയതിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഒന്നാമത് നമ്മൾ പറഞ്ഞാൽ എന്തായിരുന്നു, മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം ഇൻ ട്രെയിൻസ്. രണ്ടാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ്. മൂന്നാമത്തത് ഇൻഡക്ഷൻ ഫർണസ്. നാലാമത്തത് ഇലക്ട്രിക് പവർ മീറ്റർ. ഓക്കെ, നോട്ടായിട്ട് നമുക്ക് വളരെ ഷോർട്ടായിട്ട് നൽകി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് വായിക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ 3 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം. ഒന്ന്, എന്താണ് എഡി കറണ്ട്? രണ്ടാമത്തത്, ട്രാൻസ്ഫോമേഴ്സിലും അതുപോലെ ഡൈനാമോസിലൊക്കെ എഡി കറണ്ടിന്റെ ലോസ് കുറക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദെൻ എഡി കറണ്ട്സിന്റെ 4 ആപ്ലിക്കേഷൻസ്. അത് 4 ആപ്ലിക്കേഷൻ ആയിട്ട് ചോദിക്കാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാം. അപ്പം നന്നായിട്ട് അത് പഠിച്ചു വെക്കുക. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, AC ജനറേറ്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AC ജനറേറ്റർ ആണെന്ന്. അപ്പൊ എന്താണ് ഒരു ജനറേറ്റർ നമുക്കറിയാം. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ജനറേറ്റർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആദ്യം മുതലേ പഠിച്ചൊരു കാര്യമാണ് ജനറേറ്റർ എന്നുള്ളത്. നമ്മൾ AC ജനറേറ്റർ, DC ജനറേറ്റർ ഒക്കെ നേരത്തെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആ ജനറേറ്ററുകൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്നല്ല പഠിക്കാൻ പോകുന്നത്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു AC ജനറേറ്റർ ഉപയോഗിച്ച് ഒരു കറണ്ട് അല്ലെങ്കിൽ EMF ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഓർക്കുക, എന്താണ്, ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ക്ലിയർ? ഓക്കെ, ദെൻ അപ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലത് അതിന്റെ പിക്ചർ വരയ്ക്കുക എന്നുള്ളതാണ്. ആ പിക്ചറിൽ എന്തൊക്കെ നോക്കൂ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു നോർത്ത് പോൾ, ഒരു സൗത്ത് പോൾ. ആ നോർത്ത് സൗത്ത് പോളിന്റെ ഇടയിൽ നമ്മളൊരു കോയിൽ വെച്ചിട്ടുണ്ട്. ആ കോയിൽ
ഒമേഗ ആംഗുലർ വെലോസിറ്റിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കാൻ. റൊട്ടേറ്റ് ചെയ്യിക്കാൻ എന്ത് വേണം? മെക്കാനിക്കൽ വർക്ക് നമ്മൾ ചെയ്യണം. അതാണ് നമ്മൾ പലതരത്തിലുള്ള പവർ സ്റ്റേഷനുകളിൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആണെങ്കിൽ വെള്ളം കെട്ടി നിർത്തി അത് ഒഴുക്കി കൊണ്ടുവന്ന് അത് ടർബൈൻ കറക്കുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പിന്നെ തെർമൽ പവർ സ്റ്റേഷനിൽ ഹീറ്റ് കൊടുത്തുകൊണ്ട് സ്റ്റീം ഉൽപ്പാദിപ്പിച്ച് അതിന്റെ പ്രഷർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്? ടർബൈൻ കറക്കുന്നത്. ഇത്തരത്തിൽ നമ്മളൊരു മെക്കാനിക്കൽ വർക്കിലൂടെയാണ് നമ്മൾ ഈ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. നമുക്കറിയാം റൊട്ടേറ്റിംഗ് പാർട്ടിനെ നമ്മൾ റോട്ടർ എന്നും അവിടെ സ്റ്റേഷനായി നിൽക്കുന്ന പാർട്ടിനെ നമ്മൾ സ്റ്റേറ്റർ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ദെൻ അങ്ങനെ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ ഡിറൈവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കോയിൽ, ആ കോയിൽ ഒമേഗ ആംഗുലർ വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എടുക്കുക. ഓക്കെ, എന്താ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗിൾ ടേൺഡ് പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ആണ് നമുക്കറിയാം. അപ്പോൾ ഒമേഗ ഈക്വൽ ടു നമുക്ക് ആംഗിൾ ടേൺഡ് പെർ സെക്കൻഡ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ നോക്കൂ, ഇവിടെ ഇൻഡ്യൂസ്ഡ് EMFനെ ഞാൻ E എന്നും അതൊരു എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ R എന്ന് പറയുന്ന റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്താൽ ഒഴുകുന്ന കറണ്ടിന് I എന്നും നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്കിനി ഈ ഇൻഡ്യൂസ്ഡ് EMF Eയുടെയും അതുപോലെ ഇൻഡ്യൂസ്ഡ് കറണ്ട് Iയുടെയും ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഇൻഡക്ഷൻ ആണ് നടക്കുന്നത്. ഇൻഡക്ഷന്റെ ഇക്വേഷൻ എന്താ നമുക്കറിയാം? ഇൻഡ്യൂസ്ഡ് EMF E ഈക്വൽ ടു -d∅dt അല്ലെ. ഇതാണ് ഇൻഡക്ഷന്റെ ഇക്വേഷൻ ആയി നമ്മൾ പഠിച്ചത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഫൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈയുടെ വാല്യൂ എന്താ നമുക്കറിയാം? ദാറ്റ് ഇസ് ഈക്വൽ ടു -d/dt ഓഫ് ഫൈ എന്താ? B into A into N into cos theta അല്ലേ. ഇതാണ് നമുക്ക് ഫൈയുടെ വാല്യൂ അറിയാം. B dot A ആണ്. അപ്പോൾ BA cos theta. N നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ B dot A into N ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, തീറ്റ ഇസ് ദ ആംഗിൾ ടേൺഡ്. ഓക്കെ, നോക്കൂ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഇസ് ഈക്വൽ ടു BAN. ഇത് കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ പുറത്തെടുക്കാം. BAN, കാരണം B എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ആണ്. A എന്ന് പറഞ്ഞാൽ കോയിലിന്റെ ഏരിയ ആണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ. ഓക്കെ, അപ്പോൾ കോയിൽ കറങ്ങുകയാണ്, കറങ്ങുമ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല, ഇതൊന്നും ചേഞ്ച് ചെയ്യാത്ത ക്വാണ്ടിറ്റീസ് ആണ്. ദെൻ നമുക്ക് എന്തെടുക്കാം? ഒരു മൈനസ് സൈൻ ഉണ്ടാവും അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ്, ഇവിടെ എന്ത് വരും? d/dt ഓഫ് കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ടൈമിന്റെ ടേമിലേക്ക് മാറ്റേണ്ടത് നമുക്കറിയാം. തീറ്റ ഈക്വൽ ടു എന്താണ്? ഒമേഗ ടി ആണ് ഇക്വേഷൻ പ്രകാരം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് എഴുതാം. തീറ്റയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു നോക്കൂ -BAN ഇൻറ്റു വാട്ട്സ് ദി ഡിഫറൻഷ്യൽ ഓഫ് കോസ് തീറ്റ? നമുക്കറിയാം മൈനസ് സൈൻ തീറ്റയാണ് അല്ലേ. അപ്പോൾ ഇൻറ്റു എന്ത് കിട്ടി? മൈനസ് സൈൻ, ഇവിടെ ഒമേഗ ടി ആണ്, അതുകൊണ്ട് മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉള്ളിലൊരു ഫംഗ്ഷൻ കൂടി വരുമ്പോൾ അതിനെ വീണ്ടും എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദെൻ d/dt ഓഫ് ഒമേഗ ടിയുടെ ആൻസർ എന്താ? ഒമേഗ അല്ലേ. അപ്പോൾ കോസ് ഒമേഗ ടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ. നിങ്ങൾ ഡിഫറൻസിയേഷൻ പഠിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് മൈനസ് എന്തായി? പ്ലസ് ആയി. ബാക്കി എന്താണുള്ളത്? BAN, ഒരു ഒമേഗ അവിടെ ഉണ്ട് അല്ലേ. ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി. ഇതാണ് ആൻസർ ആയിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ ആണ് കിട്ടിയത്. നോക്കൂ, ഈ ഇൻഡ്യൂസ്ഡ് EMFൽ BAN ഒമേഗ ഇത്രയും കാര്യങ്ങൾ കോൺസ്റ്റന്റ് അല്ലേ. പക്ഷെ അത് ഒരു വാരിയേഷൻ കാണിക്കുന്നുണ്ട്. എന്താണ്? ടൈമിനനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMFന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? വാരി ചെയ്യുന്നുണ്ട്. അതും എന്താണ്? സൈനിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് വാരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൾട്ടർനേറ്റിംഗ് EMF ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാം. നോക്കൂ, എപ്പോഴാണ് സൈൻ ഒമേഗ ടിയുടെ വാല്യൂ മാക്സിമം ആവുക നോക്കാം. ഒമേഗ ടി ഈക്വൽ ടു എന്താണെങ്കിൽ 90 ഡിഗ്രി ആകുന്ന സമയത്ത് സൈൻ ഒമേഗ ടിയുടെ വാല്യൂ എത്ര ആയിരിക്കും? 1 ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF കിട്ടുക. കാരണം ഇതിൽ സൈൻ ഒമേഗ ടിക്ക് കിട്ടാവുന്ന മാക്സിമം വാല്യൂ 1 ആണ് അല്ലേ. അത് കിട്ടുന്നത് എപ്പോഴാണ്? ഒമേഗ ടി അല്ലെങ്കിൽ ആംഗിൾ ടേൺ എത്ര ആകുമ്പോൾ? 90 ഡിഗ്രി. അപ്പോൾ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് 90 ഡിഗ്രി ആകുമ്പോൾ സൈൻ ഒമേഗ ടിയുടെ വാല്യൂ എത്രയാവും? മാക്സിമം ആവും. ദാറ്റ്സ് 1 ആവും. അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന EMFന് നമുക്ക് ഈ മാക്സിമം അല്ലെങ്കിൽ ഞാൻ അതിന് E0 എന്ന് കൊടുക്കാം. E0 ഈക്വൽ ടു എത്ര കിട്ടി? BAN ഇൻറ്റു ഒമേഗ.
അപ്പോൾ ഈ എ സി ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFന്റെ മാക്സിമം വാല്യൂ ആണ് എത്ര? BAN ഇൻറ്റു ഒമേഗ. ദാറ്റ്സ് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ നോക്കൂ. ഈക്വൽ ടു E0 ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് എഴുതാൻ നോക്കൂ. കാരണം ഇതിന്റെ പകരം നമ്മൾ എന്ത് കൊടുക്കാന്ന് പറഞ്ഞു? E0 കൊടുക്കാം. അങ്ങനെയാണ് ഇക്വേഷൻ എന്ത് ചെയ്യാം? ഈക്വൽ ടു E0 ഇൻറ്റു സൈൻ ഒമേഗ ടി. ദാറ്റ്സ് എ ഫൈനൽ ഇക്വേഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF in an AC generator. അല്ലേ? ഒരു AC ജനറേറ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്? ഈക്വൽ ടു എന്താണ്? E0 ഇൻറ്റു സൈൻ ഒമേഗ ടി. ക്ലിയർ ആണല്ലോ? അതുപോലെ അതിന്റെ ഡെറിവേഷൻ ചോദിക്കാം, അതും നമ്മൾ ഡെറൈവ് ചെയ്യാൻ പഠിച്ചു വെക്കുക. ഇനി നോക്കൂ, ഇങ്ങനെയുള്ള ഇൻഡ്യൂസ്ഡ് EMFനെ നമ്മളൊരു എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്താൽ ഉണ്ടാകുന്ന കറണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം ഓംസ് ലോ പ്രകാരം കറണ്ട് I ഈക്വൽ ടു എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF ബൈ റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇയുടെ വാല്യൂ എന്താണ്? E0 ഇൻറ്റു സൈൻ ഒമേഗ ടി ബൈ ആർ. What is E0 by R? E0 എന്താ? മാക്സിമം ഇൻഡ്യൂസ് EMF ആ. അപ്പോൾ ആ സമയത്ത് അതിന്റെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാക്സിമം കറണ്ട് ആയിരിക്കും. ദെൻ ഇക്വേഷൻ എന്ത് കിട്ടി നമുക്ക്? അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് I is equal to എന്ത് എഴുതാം? ഇസ് മാക്സിമം കറണ്ട് I0 ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ കിട്ടി. എന്തായിരുന്നു? ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. അതുപോലെ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടി. I is equal to I0 സൈൻ ഒമേഗ ടി. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കൂ. ഒന്ന്, AC ജനറേറ്റർ എന്താണെന്ന് ചോദിക്കാം. നമുക്കറിയാം. അപ്പോൾ എന്താണ്? എ ഡിവൈസ് വിച്ച് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി, അല്ലേ? അതുപോലെ ഇതിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ EMFന്റെ ഡെറിവേഷനുമാണ് ചോദിക്കുക. കൺസ്ട്രക്ഷൻ മീൻസ് ആ ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പിക്ചർ വരയ്ക്കുക. ദെൻ അതിൽ നിന്ന് ഇൻഡ്യൂസ്ഡ് EMFന്റെ ജനറൽ ഇക്വേഷൻ തുടങ്ങി നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡ്യൂസ്ഡ് EMFന്റെ ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എന്തായിരുന്നു ഇക്വേഷൻ കിട്ടിയത്? ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ഒമേഗ എന്താ? ആംഗുലർ വെലോസിറ്റി ഓഫ് ദ റോട്ടർ. ക്ലിയർ? ദെൻ E0 എന്താ? മാക്സിമം value of induced EMF in the generator, that is equal to BAN into omega. ഈ നാല് കാര്യങ്ങളെയാണ് മാക്സിമം വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി, മറ്റൊന്ന് ഏരിയ ഓഫ് ദ കോയിൽ, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ആൻഡ് ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ റോട്ടർ. ക്ലിയർ? അപ്പോൾ ഇതാണ് നമുക്ക് സാധാരണ ഈ ഭാഗത്ത് ചോദിക്കാറുള്ളത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. ഇനി ഇങ്ങനെ ഇൻഡക്ഷൻ വഴി ഉണ്ടാവുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി നമ്മളൊരു റൂൾ യൂസ് ചെയ്യാറുണ്ട്. അതിനെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്നാ പറയും. ഓക്കെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? നമ്മൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അതും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി യൂസ് ചെയ്തത്, അല്ലേ? എന്നാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടന്നിട്ടുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യേണ്ടത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിച്ച അതുപോലെ നമുക്ക് ഇതും പഠിച്ചു വെക്കാം. എങ്ങനെയാണ് നോക്കൂ. റൈറ്റ് ഹാൻഡിന്റെ ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും തമ്പും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കാം. ഓക്കെ, എന്നിട്ട് ഫോർ ഫിംഗർ എന്തിന്റെ ഡയറക്ഷനിൽ പിടിക്കുക? നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പിടിക്കുക. ഓക്കെ, തമ്പ് ആ കോയിലിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണോ ആ ഡയറക്ഷനിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഫിംഗറിന്റെ ഡയറക്ഷനിലായിരിക്കും എന്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്? ആ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പൊ അത് ആ ഫിംഗേഴ്സ് നിങ്ങൾ മറക്കാതിരുന്നാൽ മതി. അപ്പൊ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ് മനസ്സിലാക്കി വെക്കുക? ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ കാണാനാണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രെച്ച് ദ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് ഓഫ് ദ റൈറ്റ് ഹാൻഡ് in mutually perpendicular directions such that forefinger is along the direction of the magnetic field, then thumb points along the direction of motion of the conductor, then the middle finger gives the direction of induced current. ഇത് രണ്ട് പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കി വെക്കാം. ഫോർ ഫിംഗറിലാണ് മാഗ്നറ്റിക് ഫീൽഡ്, ദെൻ തമ്പിന്റെ ഡയറക്ഷനിലാണ് എന്തെടുക്കേണ്ടത്? മോഷൻ ഓഫ് ദ കണ്ടക്ടർ. ദെൻ നമുക്ക് ഇൻഡ്യൂസ് EMFന്റെ ഡയറക്ഷൻ കിട്ടുന്ന ഏതിലാണ്? മിഡിൽ ഫിംഗറിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇതും കൂടി ഇതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ദെൻ നമുക്ക് ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇങ്ങനെ ഒരു AC ജനറേറ്റർ ഉപയോഗിച്ച് ഉണ്ടാവുന്ന കറണ്ടിന്റെ ഗ്രാഫ് എങ്ങനെ നമുക്ക് പ്ലോട്ട് ചെയ്യാന്നുള്ളതാണ്. മാത്രമല്ല കോയിലിന്റെ റൊട്ടേഷൻ അനുസരിച്ച് എങ്ങനെ പ്ലോട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫ് ആയിരുന്നില്ല, ഇൻഡ്യൂസ് EMFന്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെ വരച്ചെടുക്കാൻ സാധിക്കും? എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആ കോയിലിന്റെ റൊട്ടേഷനുമായി ബന്ധപ്പെടുത്തി ഓരോ ടൈമിലും അല്ലെങ്കിൽ ഓരോ ആംഗിളിലും ഇൻഡ്യൂസ് EMFന്റെ വാല്യൂ എങ്ങനെ
എങ്ങനെയായിരിക്കും, അതെങ്ങനെ ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എക്സാമിന് ഇത് ചോദിക്കാറുണ്ട്. ഡ്രോ ഗ്രാഫ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF വിത്ത് റെസ്പെക്ട് ടു റൊട്ടേഷൻ ഓഫ് ദ കോയിൽ ഓഫ് AC ജനറേറ്റർ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ പിക്ചറാണ് വരയ്ക്കേണ്ടത്. ഇതിന് നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാം, മാർക്കിനനുസരിച്ച് നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം. നോക്കൂ, അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ആംഗിൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വേണ്ട ടൈമും ആ സമയത്ത് കിട്ടുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ വാരിയേഷനുമാണ് നമ്മൾ ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ താഴത്തെ ഭാഗമാണ് ഗ്രാഫ് അല്ലേ. ഇൻഡ്യൂസ് EMF 0, മാക്സിമം 0, ദെൻ നെഗറ്റീവ് മാക്സിമം വീണ്ടും 0. ഓക്കെ, ഈ രീതിയിലാണ് കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻഡ്യൂസ്ഡ് EMF. ഒന്നാമത്തെ കേസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ കോയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, 0 ആംഗിളിലാണ്. എന്ത് തമ്മിൽ? മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും അതുപോലെ കോയിലിന്റെ ഏരിയൽ വെക്ടറും തമ്മിലുള്ള ആംഗിൾ 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF എത്ര ആയിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. ഇൻഡ്യൂസ്ഡ് EMFന് ഈക്വൽ എത്രയാണ്? E0 sin omega t. നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ E0 ഇൻറ്റു സൈൻ ഒമേഗക്ക് പകരം നമുക്ക് 2π/t കൊടുക്കാം. 2π/t × t എന്ന് കൊടുക്കാം. ഓക്കെ, നോക്കൂ, സ്റ്റാർട്ടിങ്ങിൽ രണ്ടും 0 ഡിഗ്രിയിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0. ദെൻ ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് 0 ടൈം എന്ന് എടുക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ടൈമിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടലി 0 ആയി പോകില്ലേ ഈ ആംഗിൾ? അങ്ങനെയാണെങ്കിൽ സൈൻ 0 0. ആ സമയത്ത് ഈ ഈക്വൽ എന്തായി പോകും? 0 ആയി മാറും. കാരണം ടൈം 0 ആയതുകൊണ്ട് സൈൻ്റെ ഫംഗ്ഷൻ 0 ആവും. ദെൻ E0 × 0 നമുക്ക് എന്ത് കിട്ടും? ആൻസർ 0 കിട്ടും. നോക്കൂ, അപ്പോൾ ഗ്രാഫ് എവിടെ തന്നെയാണുള്ളത്? 0യിൽ തന്നെയാണുള്ളത്. ഇനി നോക്കൂ, ഇനി നമുക്ക് ഈ ടൈം ഇവിടെ നിന്ന് മാറി അത് 90 ഡിഗ്രി കറങ്ങി അല്ലേ. 90 ഡിഗ്രി കറങ്ങുക എന്ന് പറഞ്ഞാൽ ആ ഒരു തവണ കറങ്ങേണ്ടതിൻ്റെ 4/1 സമയം വേണം അല്ലേ. ടോട്ടലി ഒരു കോയിൽ കറങ്ങി എത്തണമെങ്കിൽ എത്ര ആംഗിൾ വേണം? 360 ഡിഗ്രി കറങ്ങണം അല്ലേ. അപ്പോൾ അതിൻ്റെ 4/1 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടോട്ടലി കറങ്ങേണ്ട ടൈമിന് നമുക്ക് ക്യാപിറ്റൽ T എന്ന് കൊടുക്കാം. എന്താണത്? ടൈം പീരീഡ് ഓഫ് റൊട്ടേഷൻ. ക്യാപിറ്റൽ T എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. the time taken to complete one rotation. അതിന് നമ്മൾ ക്യാപിറ്റൽ T എന്ന് എടുത്താൽ ആ ക്യാപിറ്റൽ ടിയുടെ 4/1 സമയമാണ് അതിന് വേണ്ടത്. അതാണ് T/4 എന്ന് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് നൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഈ T/4 സമയത്ത് എത്രയായിരിക്കും ഇൻഡ്യൂസ്ഡ് EMF എന്നാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു സൈൻ അഗെയിൻ 2π/t ഇൻറ്റു ഈ ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? T/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ടി എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് പോയി. 2 4 ഇവിടെ 2 വന്നു. π/2 വന്നു അല്ലേ. സൈൻ π/2 എത്രയാണ് നമുക്കറിയാം? സൈൻ 90 ആണ്. സൈൻ 90 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഈക്വൽ ടു എന്താ? ഇത് 1 ആയല്ലോ. അപ്പോൾ ഈക്വൽ ടു E0 എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF ആവും. നോക്കൂ, ആ സമയത്ത് y ആക്സിൽ നമ്മൾ EMF എടുത്തുള്ളത് കൂടി വന്ന് മാക്സിമം ഇൻഡ്യൂസ് EMF നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് T/2 സമയത്താണ്. ആ സമയത്ത് അത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, വീണ്ടും ഒരു 90 കൂടി റൊട്ടേറ്റ് ചെയ്തു. അത് മീൻസ് ടോട്ടൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ 180 ഡിഗ്രി ആണെങ്കിൽ നോക്കൂ, ഇതേ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കൂ. ഇവിടെ ടിക്ക് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? വീണ്ടും ഒരു T/4 സമയം കൂടി എടുക്കും എന്ന് പറഞ്ഞാൽ ടോട്ടലി എത്ര എടുക്കും? T/2 സമയം എടുക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ 2π/t ഇൻറ്റു അവിടെ എന്ത് ചെയ്യണം? T/2 ടൈം ആയിരിക്കും എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് എന്തായി? 2 ക്യാൻസൽ ചെയ്തു, T ക്യാൻസൽ ചെയ്തു. സൈൻ പൈ ആണ് അല്ലേ. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. സൈൻ പൈ എന്ന് പറഞ്ഞാൽ അപ്പോൾ സൈൻ 180 എത്രയാണ്? 0 ആണ്. അഗെയിൻ ഈക്വൽ ടു എന്തായി മാറി? ഈക്വൽ ടു 0 ആയി മാറി. നോക്കൂ, ആ സമയത്ത് ഗ്രാഫ് 0യിലാണ്. ഓക്കെ, ദെൻ അടുത്തത് എന്താ? വീണ്ടും അത് എന്ത് ചെയ്തു? ഒരു 90 ഡിഗ്രി കൂടി റൊട്ടേറ്റ് ചെയ്ത് എവിടെ എത്തി? 270 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എത്ര സമയം വേണം നോക്കൂ? ആദ്യത്തെ ഒരു റൊട്ടേഷന് T/4, വീണ്ടും ഒരു T/4, വീണ്ടും 3 T/4 ആണ്. 3 T/4 എന്ത് ചെയ്യണം? ടൈം എടുത്തിട്ടുണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നേരത്തെ ചെയ്ത പോലെ 3 T/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? 3 T/4. നേരത്തെ പോലെ ഈ 2 4 കട്ടായി പോയി 2 ആവും. T എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ ഉള്ളത് അവിടെ നോക്കൂ? 3π/2 അല്ലേ. 3π/2 പറഞ്ഞാൽ നമുക്കറിയാം 270 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ സൈൻ 270 എത്രയാ? -1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായി മാറി? സൈൻ 270യുടെ വാല്യൂ -1 ആണെങ്കിൽ ഈ ഈക്വൽ എന്തായി? -E0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാക്സിമം ആയി അല്ലേ. നോക്കൂ, ആ സമയത്ത് നോക്കൂ, നേരത്തെ ഉണ്ടായിരുന്ന പോസിറ്റീവ് മാക്സിമത്തിന് അതേപോലെ താഴേക്ക് നമ്മൾ നെഗറ്റീവ് മാക്സിമമാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കൂ, വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമിന് നമ്മൾ ക്യാപിറ്റൽ T എന്നാണ് കൊടുത്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ 2π/t ഇൻറ്റു T വരും അല്ലേ. 2
2π/t, ഈ സ്മോൾ ടിക്ക് പകരം ഇൻറ്റു ടി. അങ്ങനെയാണെങ്കിൽ ടി എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു പോയി. ദെൻ ബാക്കി എന്താ ഉള്ളത്, സൈൻ 2π ആണ് അല്ലേ. എന്താ 2π എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ് നമുക്കറിയാം. സൈൻ 360 എന്ന് പറഞ്ഞാൽ സൈൻ 0ക്ക് ഈക്വലൻ്റ് ആണ്. അപ്പോൾ 0 ആയിരിക്കും വാല്യൂ. അപ്പോൾ അവിടെ സൈൻ 360ന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഈ ഈക്വൽ ടു അഗെയിൻ 0. നോക്കൂ ഗ്രാഫ് എന്തിലെത്തി, 0-ലെത്തി. ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് റൊട്ടേഷന്റെ അടിസ്ഥാനത്തിലും ടൈമിന്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFനെ നമുക്ക് കാണിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ എക്സാമിന് വരാറ് ഇത് വരയ്ക്കാൻ വരാറുണ്ട്. ഇങ്ങനെ കോയിലിന്റെ റൊട്ടേഷൻ അനുസരിച്ചുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ ഗ്രാഫ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈമിൽ എന്തായിരിക്കും ഇൻഡ്യൂസ്ഡ് EMFന്റെ ഗ്രാഫ്, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പഠിച്ചത് 2 ടോപ്പിക്കുകളായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒന്ന് എഡ്ഡി കറൻസും മറ്റൊന്ന് AC ജനറേറ്ററും. വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു ഇത്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഇൻഡക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ 2 തരത്തിലുള്ള ഇൻഡക്ഷനെ കുറിച്ച് പഠിച്ചു. ഇന്നും നമ്മൾ ഇൻഡക്ഷനെ കുറിച്ച് തന്നെയാണ് പഠിച്ചത്. ഇൻഡക്ഷൻ വഴി ഒരു ഷീറ്റിലോ അല്ലെങ്കിൽ മെറ്റാലിക് ബ്ലോക്കിലോ നേരിട്ട് സർക്കുലേറ്റിംഗ് കറൻസ് ഉണ്ടാകുന്നെങ്കിൽ അത്തരം കറൻസിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, എഡ്ഡി കറൻസ്. അത് മിനിമൈസ് ചെയ്യാനുള്ള മാർഗങ്ങൾ, ദെൻ അത് അപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ദെൻ അടുത്തതും ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്താണ്, AC ജനറേറ്റർ. ഇൻഡക്ഷൻ വഴി നമുക്ക് എങ്ങനെ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ദെൻ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെറിവേഷൻ ആയിരുന്നു. ഇൻഡ്യൂസ്ഡ് EMFന്റെയോ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെയോ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു, ആ പിക്ചർ വരച്ച് ആ പിക്ചറിൽ നിന്നും ഇൻഡക്ഷന്റെ ഇക്വേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. എന്തായിരുന്നു, ഈക്വൽ ടു -dϕ/dt. അതിൽ ഫൈക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്തായിരുന്നു, NAB cos ωt. ദെൻ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത ഫൈനൽ ആൻസർ എന്ത് കിട്ടി, ഈക്വൽ ടു E0 sin ωt. ഓക്കെ, ഒമേഗ ഇസ് ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ റൊട്ടേറ്റിംഗ് പാർട്ട്. ദെൻ അവിടെ വന്ന E0 എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF, ദാറ്റ് ഇസ് ഈക്വൽ ടു NAB into ഒമേഗ എന്ന് നമ്മൾ പഠിച്ചു. ദെൻ അതിനെ കറണ്ടിന്റെ ഇക്വേഷൻ ആക്കി മാറ്റുകയാണെങ്കിൽ എന്ത് കിട്ടി, I equal to I0 sin ωt. ദെൻ അതുമായി ബന്ധപ്പെട്ട ഗ്രാഫാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. നമ്മൾ ഇപ്പം പറഞ്ഞേ ഉള്ളൂ. അതിന്റെ വേരിയേഷൻ അനുസരിച്ച് ടൈമിന്റെ വേരിയേഷനോ അല്ലെങ്കിൽ നമുക്ക് കോയിലിന്റെ റൊട്ടേഷൻ അടിസ്ഥാനത്തിലോ നമുക്ക് ഈ ഗ്രാഫ് കൃത്യമായിട്ട് വരച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ഇൻഡക്ഷനുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ചാപ്റ്റർ പഠിച്ചത്. നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മുതൽ നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ച് ഇക്വേഷൻസ് ഒക്കെ നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എളുപ്പമായിരിക്കും. ദെൻ ചെയ്യുമ്പോൾ അത് വായിച്ച് അതിലെ ഗിവൺ വാല്യൂസ് നോക്കി നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് വേണ്ട ഇക്വേഷൻ സെലക്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ നമുക്കറിയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.